അവന്റെ പ്രവാചകന്മാരിൽ നിന്ന് തന്നെയും ചില പ്രത്യേകമായ മഹത്വങ്ങൾ മറ്റുള്ളവർക്ക് നൽകിയിട്ടില്ലാത്തത്ര മഹാത്മ്യങ്ങൾ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പ്രത്യേകമായി നൽകിയിട്ടുണ്ട്. ആർക്കൊക്കെ എത്രയൊക്കെ മഹത്വവും പ്രാധാന്യവും നൽകണം എന്ന് തീരുമാനിക്കുവാൻ അധികാരവും അവകാശവും ഉള്ളവനാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഏത് ആരോപണങ്ങൾ ശത്രുക്കൾ പ്രചരിപ്പിച്ചാലും മറുപടി അള്ളാന്റെ റസൂൽ അല്ല പറയല്. അത് അള്ളാന്റെ റസൂലിന് അള്ളാഹ് കൊടുത്തുള്ള ഒരു മഹത്വം. ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് എന്തൊക്കെ ദുരാരോപണങ്ങൾ പറഞ്ഞോ അതിനൊന്നും നബി തങ്ങൾ നേരിട്ട് മറുപടി കൊടുക്കലല്ല, അള്ളാഹ് ഏറ്റെടുക്കലാണ്. എന്നാൽ മറ്റുള്ള പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രം നോക്കൂ. അവരെ കുറിച്ച് ശത്രുക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ അവരെന്നെ മറുപടി പറയല. ഉദാഹരണമായി മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനോട് അദ്ദേഹത്തിന്റെ നാട്ടുകാർ പറഞ്ഞു, ഇന്നാല നറാക ഫീ ദലാലിൻ മുബീൻ, നൂഹേ നിന്നെ ഞങ്ങൾ വ്യക്തമായ വഴികേടിൽ തന്നെയാണ് കാണുന്നത്, ഈ പഴച്ചിരിക്കുന്നു, നീ ഏറ്റവും വലിയ പിഴവിലാണ്, സ്പഷ്ടമായ പിഴവിലാണ് നീ എന്ന് നൂഹ് അലൈഹിസ്സലാമിനോട് നാട്ടുകാർ പറഞ്ഞപ്പോ നൂഹ് നബിയാ മറുപടി കൊടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി ലൈസ ബീ ദലാലത്തുൻ, എന്റെ ജനങ്ങളെ എനിക്കൊരു പിഴവും സംഭവിച്ചിട്ടില്ല. നൂഹ് അലൈഹിസ്സലാമാ മറുപടി കൊടുക്കുന്നത്. ഇത് നോക്കൂ, ഹൂദ് നബി അലൈഹിസ്സലാമിനോട് അദ്ദേഹത്തിന്റെ നാട്ടുകാർ പറഞ്ഞു, ഇന്നാല നറാക ഫീ സഫാഹത്തിൻ, നീ പമ്പര വിഡ്ഢിയാണ്, നീ വലിയ വിഡ്ഢിത്തത്തിലാ ജീവിക്കുന്നത്, നീ ഭോഷ്കനാണ്, നീ മഠയനാണ് എന്നിങ്ങനെ ഹൂദ് അലൈഹിസ്സലാമിനോട് പറഞ്ഞപ്പോൾ ഹൂദ് അലൈഹിസ്സലാം തന്നെ നേരിട്ട് മറുപടി കൊടുക്കുന്നു, യാ ഖൗമി ലൈസ ബീ സഫാഹത്തുൻ, എന്റെ ജനങ്ങളെ എനിക്കൊരു ഭോഷ്കുമില്ല, എനിക്കൊരു മഠയത്തരവുമില്ല, എനിക്കൊരു ബുദ്ധിമാന്ദ്യവുമില്ല, എനിക്കൊരു വിഡ്ഢിത്തവുമില്ല. ഹാനവറുകൾ തന്നെ നേരിട്ട് മറുപടി കൊടുക്കുകയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ശത്രുക്കൾ ആക്ഷേപിച്ചപ്പോഴൊക്കെ അതിന് മറുപടി അള്ളാഹ് കൊടുക്കുന്നു. കാഹിനാണെന്ന് പറഞ്ഞപ്പോ അള്ളാഹ് മറുപടി കൊടുത്തു, ഷായിറാണെന്ന് പറഞ്ഞപ്പോ അള്ളാഹ് മറുപടി കൊടുത്തു, സാഹിറാണെന്ന് പറഞ്ഞപ്പോ അള്ളാഹ് മറുപടി കൊടുത്തു, മജ്നൂനാണെന്ന് പറഞ്ഞപ്പോ അള്ളാഹ് മറുപടി കൊടുത്തു. ആ ആയത്തുകളൊക്കെ മുമ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് കൊണ്ട് ഞാൻ ഇനി അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അതിനൊക്കെ അള്ളാഹ് മറുപടി കൊടുത്തു, നബിയെ നിങ്ങൾ ഭ്രാന്തനല്ല, നിങ്ങൾക്ക് അതില്ല, നിങ്ങൾ കവിയല്ല, താങ്കൾ കവിയല്ല, അദ്ദേഹം കവിയല്ല, അദ്ദേഹം ഒരു ജ്യോത്സ്യനല്ല, അദ്ദേഹം ഒരു മരണക്കാരനല്ല എന്നിങ്ങനെ നബി തങ്ങളുടെ മഹത്വം ഇങ്ങനെ ഖുർആൻ എടുത്തുകൊണ്ട് മറുപടി പറയുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുന്നത്. അതാണ് വിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ അധ്യായമുണ്ടല്ലോ, സൂറത്തുൽ കൗസർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അവിടുത്തെ കുടുംബപരമായിട്ടൊരു ആരോപണം. എന്താ? തീരെ ഗുണം പിടിക്കൂല മുഹമ്മദിന്, ശത്രുക്കൾ പറഞ്ഞതാ. നല്ല നല്ല തടിമാടന്മാരായ ആരോഗ്യമുള്ള ആൺകുട്ടികളുള്ള മുശ്രിക്ക് നേതാക്കന്മാര് പറഞ്ഞു റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കിയിട്ട്, മുഹമ്മദേ നിനക്കൊന്നും ഭാവിയില്ലടോ, ഞങ്ങൾക്ക് കണ്ടില്ലേ നല്ല ആരോഗ്യമുള്ള ആൺമക്കള്, നിനക്ക് ഉണ്ടാകുന്ന ആൺകുട്ടികളൊക്കെ ചെറുപ്പത്തിലേ കൂമ്പിലേ അടഞ്ഞു പോകുന്നു. ശരിയായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമിന് 4 മക്കൾ, 4 പെൺമക്കള്, സൈനബ, റുഖിയ, ഉമ്മു കുൽസൂം, ഫാത്തിമ റളിയല്ലാഹു അൻഹു. അതേ അവസരത്തിൽ അവരൊക്കെ ജീവിച്ചു. അതേ അവസരത്തിൽ തയ്യിബ്, താഹിർ, അബ്ദുള്ള, രണ്ട് പേരിൽ അറിയപ്പെട്ടിരുന്ന അബ്ദുള്ള, അതുപോലെ തന്നെ ഇബ്രാഹിം. ഈ കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ചെറിയ വയസ്സാവുമ്പോ തന്നെയാണ് മരിച്ചു. ആൺകുട്ടികൾ ജീവിക്കൂല, പെൺകുട്ടികൾ മാത്രം. ഇത് മുതലെടുത്തിട്ട് ശത്രുക്കൾ പറഞ്ഞു, കണ്ടില്ലേ ഇവര് ഭാവിയില്ല, ഒരു കുടുംബത്തിന്റെ പാരമ്പര്യത്തിന്റെ യശസ് ഉയർത്തിപ്പിടിക്കേണ്ടത് ആൺമക്കളാണ്, മുഹമ്മദിന് അതില്ല, കുരുത്തം കെട്ടവനാണ്. ശത്രുക്കൾ അങ്ങനെ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സ് നൊന്തിരിക്കുമല്ലോ. പക്ഷേ ആശ്വാസവചനവുമായി ഒരൊറ്റ അധ്യായം തന്നെ ഇറങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നബിയേ, താങ്കൾക്ക് നാം ധാരാളം നിഅമത്തുകൾ തന്നിരിക്കുന്നു, ഒരുപാട് തന്നിരിക്കുന്നു നബിയേ, ധാരാളം തന്നിരിക്കുന്നു. അതിനാൽ താങ്കളുടെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കൂ, അവന് വേണ്ടി അറവ് നടത്തുകയും ചെയ്യൂ, ബലിയർപ്പിക്കുകയും ചെയ്യൂ. ഇന്ന ശാനിഅക, താങ്കൾക്ക് ഭാവിയില്ലാത്തവനാണ് എന്ന് താങ്കളെ കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുന്നവൻ ആരാണോ, ഹുവൽ അബ്തറു, അവനാണ് ഭാവിയില്ലാത്തവൻ.
അവനാണ് പാരമ്പര്യമില്ലാത്തവൻ, അവനാണ് ഭാവിയിൽ പേരും യശസ്സും നിലനിൽക്കാത്തവൻ. നിങ്ങൾക്കതല്ല, താങ്കളുടെ യശസ് എന്നും ഉയർന്നു നിൽക്കുന്നു, താങ്കളുടെ പേരെന്നും മികച്ചു നിൽക്കുന്നു. അതല്ലേ ഖുർആൻ മറ്റൊരു സൂറത്തിൽ പറഞ്ഞത്, വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ യശസ്സും അങ്ങയുടെ ഓർമ്മയും അങ്ങയുടെ പ്രശസ്തിയും നാം ഉയർത്തി തന്നില്ലയോ? നല്ല നല്ല ആരോഗ്യമുള്ള മക്കളൊക്കെ ഉണ്ടായിരുന്ന അതേ അബൂജഹലും അബൂലഹബും അടക്കമുള്ള ശത്രുക്കൾ ഇന്നവരെ ലോകം ഓർക്കുന്നുണ്ടോ? അതേ അവസരത്തിൽ ഒരൊറ്റ ആണ്ടരിയും ബാക്കിയാവാതിരുന്നിട്ടും മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി ലോകത്തിന്റെ മുഖമൂലകളിൽ എല്ലായിടത്തും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ബാങ്കൊലി കേൾക്കുന്ന മിനാരങ്ങളിൽ നിന്ന് ഉടനെ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഇത് കേൾക്കാത്ത ലോകത്തിന്റെ ഏത് ഭാഗമാണുള്ളത്, ഏത് രാജ്യമാണുള്ളത്, ഏത് പട്ടണമാണുള്ളത്, ഏത് കുഗ്രാമമാണുള്ളത്, ഏത് മുസ്ലിമിന്റെ വീടാണുള്ളത്? അതെ, അല്ലാഹ് ഏറ്റെടുത്തു ആ മറുപടി. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നിങ്ങളെ ആക്ഷേപിച്ചവർക്കാണ് ഭാവിയില്ലാത്തത്. നിങ്ങൾക്ക് ഭാവിയുണ്ട് നബിയെ, നിങ്ങൾക്ക് യശസ്സുണ്ട്, നിങ്ങൾക്ക് കീർത്തിയുണ്ട് നബിയെ. അതാണ് അല്ലാഹ് ഏറ്റെടുത്തു. ആരെന്ത് പ്രചരിപ്പിച്ചാലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കരുത്ത് പകർന്നത് അല്ലാഹുവിന്റെ പ്രത്യേകമായ ഹിഫ്ളും ഇസ്മത്തും ഒക്കെയായിരുന്നു, ആ കാവലായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു നൽകിയ വല്ലാത്തൊരു മനോധൈര്യത്തിന് അത് നിമിത്തമായി. നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനീ രംഗത്ത് സഹിച്ചിട്ടുള്ള ത്യാഗങ്ങളാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു നടത്തിയ സംബോധന രീതി, അത് തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇതര പ്രവാചകന്മാരിൽ നിന്നും വ്യത്യസ്തമായി കൊണ്ടുള്ള കൂടുതൽ മഹാത്മ്യത്തെ നമുക്ക് അറിയിച്ചു തരികയാണ്. മഹാന്മാരായ പ്രവാചകന്മാരെ അല്ലാഹു തആല അവരോട് പറയുന്ന കാര്യങ്ങളെ നേർക്കുനേരെ അവരുടെ നാമം, അവരുടെ പേരെടുത്ത് വിളിച്ചുകൊണ്ടുള്ള സംബോധന രീതിയാണ് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. ഉദാഹരണമായി യാ ആദം എന്ന് അല്ലാഹു തആല ആദം അലൈഹിസ്സലാമിനെ അഭിസംബോധന ചെയ്ത് കാണാം. അതുപോലെ തന്നെ യാ നൂഹ് എന്ന് നൂഹ് അലൈഹിസ്സലാമിനെ അഭിസംബോധന ചെയ്ത് കാണാം. യാ ഇബ്രാഹിം എന്ന് അല്ലാഹു വിളിച്ചതായി കാണാം. യാ മൂസ, മൂസ അലൈഹിസ്സലാമിനെ വിളിച്ചു കാണാം. യാ ഈസ, ഈസ അലൈഹിസ്സലാമിനെ വിളിച്ചത് കാണാം. യാ ദാവൂദ്, ഓ ദാവൂദേ എന്ന് അല്ലാഹു വിളിച്ചതായി കാണാം. യാ യഹ്യ, ഓ യഹ്യ എന്ന് വിളിച്ചതായി കാണാം. യാ സക്കരിയ, സക്കരിയ എന്ന് വിളിച്ചതായി കാണാം. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ പേര് പറയപ്പെട്ടിട്ടുള്ള 25ഓളം പ്രവാചകന്മാരിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആനിൽ ഒരു സ്ഥലത്തും യാ മുഹമ്മദ് എന്ന അഭിസംബോധന കാണാൻ സാധ്യമല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചില പ്രത്യേകമായ വിശേഷണങ്ങളോ അല്ലെങ്കിൽ അവിടുന്ന് നിലകൊള്ളുന്ന ചില കാര്യങ്ങളിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ടോ സംബോധന ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒന്നുകിൽ യാ അയ്യുഹൻ നബിയു, ഓ പ്രവാചകരെ, അതല്ലെങ്കിൽ യാ അയ്യുഹർ റസൂലു, ഓ ദൂതരെ എന്നിങ്ങനെയുള്ള സംബോധനാ രീതി. അതുപോലെ തന്നെ പുതപ്പിട്ട് കിടക്കുന്ന യാ അയ്യുഹൽ മുദ്ദസ്സിർ, പുതച്ചു മൂടി കിടക്കുന്നവനെ. യാ അയ്യുഹൽ മുസമ്മിൽ, പുതപ്പ് മൂടി കിടക്കുന്നവനെ. യാ മുഹമ്മദ് എന്ന ഒരു പ്രയോഗം, യാ മുഹമ്മദ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭിസംബോധന ചെയ്തതായി നമുക്ക് കാണുവാൻ സാധ്യമല്ല. ഇതും മറ്റു പ്രവാചകന്മാരെക്കാൾ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകിയ ഒരു പ്രത്യേകമായ മഹത്വമായി കൊണ്ട് മുസ്ലിം ലോക പണ്ഡിതന്മാരെല്ലാം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ സഹോദരന്മാരെ, വിശ്വാസികളായ ആളുകൾ എത്രത്തോളം അവിടുത്തോടുള്ള പെരുമാറ്റത്തിൽ വളരെയേറെ വിനയം കാണിക്കേണ്ടതുണ്ട് എന്നതിലേക്കുള്ള സൂചനയാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്,
സത്യവിശ്വാസികളായ ആളുകൾ എങ്ങനെയായിരിക്കണം അവിടുത്തെ ജീവിതകാലത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിക്കേണ്ടത്? പേരെടുത്ത് വിളിക്കാമോ? നബി തങ്ങളോട് ബഹുമാനമില്ലാതെ സംസാരിക്കാമോ? നബി തങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിക്കാമോ? ഇല്ല. വളരെയേറെ വിനയത്തോടെ പേരെടുത്ത് വിളിക്കാതെ വളരെ കൃത്യമായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ് മുസ്ലിമീങ്ങളോട്, വിശ്വാസികളോട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിലെ 63-ാമത്തെ ആയത്തിൽ കാണാം, ലാ തജ്അലൂ ദുആഅർ റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. അല്ലാഹു പറയാണ്, ലാ തജ്അലൂ ദുആഅർ റസൂൽ, ലാ തജ്അലൂ ദുആഅർ റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. എന്താണ് ഇതിന്റെ അർത്ഥം? നിങ്ങൾക്കിടയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിങ്ങൾ വിളിക്കുന്നത് നിങ്ങളിൽ ചിലർ ചിലരെ വിളിക്കുന്ന പ്രകാരമാക്കരുത്. നിങ്ങളിൽ ചിലർ ചിലരെ വിളിക്കൽ പേര് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങളിൽ ചിലർ ചിലരെ വിളിക്കൽ ആ നിലക്കുള്ള പേരുകൾ വിളിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്നയാളുടെ വാപ്പ, അല്ലെങ്കിൽ ഇന്നയാളുടെ മോനെ, അല്ലെങ്കിൽ ഇന്ന ആളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ സംബോധന ചെയ്യാറുള്ളത്. നിങ്ങൾക്കിടയിൽ വെച്ച് റസൂലിനെ വിളിക്കുന്നത് നിങ്ങളിൽ ചിലർ ചിലരെ വിളിക്കുന്ന പ്രകാരമാക്കരുത് എന്ന് ദർശനമായി അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. അതുകൊണ്ട് മുഴുവൻ സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഏറ്റവും അടുപ്പമുണ്ടായിരുന്നയാളാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല. അദ്ദേഹം പോലും ഒരു സ്നേഹിതൻ എന്ന നിലക്ക് മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. മറിച്ച് അവരെല്ലാവരും വിളിച്ചത്, എല്ലാവരും അവിടുത്തെ അഭിസംബോധന ചെയ്തത് യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹു അയച്ചു തന്ന ഞങ്ങളിലേക്ക് അയച്ചു തന്ന ദൂതരെ എന്നിങ്ങനെയല്ലാതെ സ്വഹാബാ കിറാം ജീവിതകാലത്ത് പോലും അവിടുത്തെ വിളിച്ചിട്ടില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വാക്കിലും പെരുമാറ്റത്തിലുമെല്ലാം തന്നെ എത്രത്തോളം വിശ്വാസികൾ മര്യാദയോടെയാണ് വർത്തിക്കേണ്ടതെന്ന് ഗ്രഹിക്കാൻ ഈ ഒരൊറ്റ ആയത്ത് മതി. ഈ ഒരൊറ്റ ആയത്ത് മതി. എത്രത്തോളം ബഹുമാനത്തോടെ വാക്കിലും പെരുമാറ്റത്തിലും അവിടുത്തോട് മര്യാദ പുലർത്തണം എന്ന്. ഇവിടെ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നതെങ്കിലും മഹാന്മാരായ ആളുകളോടുള്ള സംസാരത്തിലും അവരെ അഭിസംബോധന ചെയ്യുമ്പോഴുമൊക്കെ ചില മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് എന്ന വസ്തുത കൂടി ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും എന്ന് ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തി കാണാം. മഹത്വമുള്ള മഹാന്മാരായ ആളുകളൊന്നും പേരെടുത്ത് വിളിക്കരുത്. അവരോട് സംസാരിക്കുമ്പോ, അവരോട് കാര്യങ്ങൾ പറയുമ്പോ, അവരോടുള്ള വാക്കിൽ, അവരുടെ നോക്കിൽ, അവരുടെ മുമ്പിലുള്ള പെരുമാറ്റത്തിൽ പോലും ചില മര്യാദകളൊക്കെ പാലിക്കുന്നത് വിശ്വാസികൾക്ക് ഗുണകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള അഭിസംബോധനയെക്കുറിച്ചും പെരുമാറ്റത്തെക്കുറിച്ചുമാണ് ഈ ആയത്തിൽ പറയുന്നതെങ്കിലും മഹത്വമുള്ള ആളുകളോടുള്ള വർത്തനത്തിലും പെരുമാറ്റത്തിലും വാക്കിലും നോക്കിലും രീതിയിലുമെല്ലാം വിശ്വാസികൾ ഇത് സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ ചില മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഇനിയും അവിടുത്തെ ഒട്ടേറെ മഹത്വങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത അവസരത്തിൽ നമുക്ക് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു റബ്ബുൽ ആലമീൻ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കുകയും അവിടുത്തെ സൽസരണിയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുകയും ചെയ്യുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിലും നാഥൻ നമുക്ക് തുണ നൽകുമാറാകട്ടെ. പരീക്ഷണങ്ങളിൽ റബ്ബിന്റെ കാവലുണ്ടായി തീരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد والسلام عليكم.